ആറാമത്തെ ഓക്കെ. അപ്പൊ അമ്മ ഓക്കെ ആണ്. അപ്പൊ അങ്ങനെ ഒരു പുതിയ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരാം. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഭയങ്കര ഞാൻ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം നടക്കാൻ പോവാണ്. അത് ഇവിടെ എല്ലായിടത്തും പറയാൻ പോവാണ്. ആർക്കും അറിയില്ല, എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല. അപ്പോൾ അമ്മാനെ വിളിച്ചിട്ട് വരാനും വേണ്ടിയിട്ട് ഇക്ക പോയിട്ടുണ്ട്. വെറുതെ ഒന്ന് കാണാനാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരാൻ പോകണം. അപ്പോൾ അമ്മാൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നും കൂടെ വിചാരിച്ചു. പിന്നെ എന്താ സംഭവം, ഞാൻ വലിച്ചു കെട്ടണമൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ചെറുതിലുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ഒരു ആറാമത്തെ വേറെ കാര്യം ഉമ്മാന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ആറാമത്തേതൊക്കെ കേൾക്കുമ്പോഴേക്കും അപ്പം അമ്മാൻ്റെ കൂടെ തന്നെ നിങ്ങളും ആ കാര്യം എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ അറിയും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, അവർ വരട്ടെ. വന്നിട്ട് ചെറിയ കളിപ്പിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. വീഡിയോ ഫുള്ളായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മുമ്പ് ഞാനൊരു വോയിസ് കേൾപ്പിക്കാവേ, അവർ വരുന്നവരെ. ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ യൂട്യൂബിൽ ഞാൻ വീഡിയോ കണ്ടിട്ട് വിളിച്ചതായിരുന്നു. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോളെ, എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? എന്നുവെച്ചാൽ 4 ദിവസമായി നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട്, നല്ലോണം നല്ല ഭക്ഷണം തന്നെ കഴിച്ചിട്ട്. ഇന്നിപ്പോൾ എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്ത മോൾ +2, രണ്ടാമത്തെ മോൾ +1, മൂന്നാമത്തെ മോൾ 9ലാണ്. 2 മക്കളിപ്പോൾ പഠിക്കാനൊന്നും കൈയായിട്ട് കുത്തിരിക്കുകയാണ്. +1 പാസ്സായതാണ് രണ്ടാമത്തെ മോള്. മൂത്ത മോൾ +2ലേക്കാണ്. ചേർത്തിനായിരുന്നു പഠിക്കാൻ കൈയായിട്ട്. അവിടുന്ന് പുറത്താക്കി പോലെ വീട്ടിൽ തന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ മോളാണെങ്കിൽ 9ലാണ്. അവർക്ക് പുസ്തകമൊന്നും ഇല്ലായിട്ട് സ്കൂളൊന്നും പോകുന്നില്ല, പുസ്തകമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടിലാണ്. എന്നിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോളെ. എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഞാൻ കണ്ടപ്പോൾ യൂട്യൂബിൽ കണ്ടപ്പോൾ മോളെ നമ്പർ കാണുമെന്ന് അറിയില്ല. ഞാൻ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ അയക്കാൻ ആരെങ്കിലും എനിക്കറിയില്ല. എല്ലാ നമ്പറിലും ഞാൻ അയക്കുന്നുണ്ട്. കുറച്ചതിനെ ഇടയ്ക്കുമായി കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല മോളെ. അമ്മ അവിടെ അമ്മാനെ കണ്ടില്ല എന്ന് എല്ലാരും പറഞ്ഞത്. അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫോൺ കാണിക്കുമ്പോ മാമാ, അതാ എന്റെ ഫോണ്. ചുച്ചു വന്നിട്ടുണ്ട്. ബ്ലൂടോക്സ് എന്തോ ഉടായിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ മനസ്സിലാവും. മൂത്ത മകൾക്ക് എല്ലാം മനസ്സിലാവും. മൂത്ത മകൾ അത്ര വലിയ പൊട്ടത്തിയൊന്നുമല്ല. അമ്മതായിരിക്കുന്നുണ്ട് കേട്ടാ. എടി ലൈറ്റ് വെക്കരുത്, ഒരു ഇതില്ല, ക്ലിയർ ഇല്ല. എല്ലാരെയും ഒരു സ്ക്രീനിൽ കണ്ടിട്ട് കുറേ ദിവസമായി. എന്റെ എല്ലാ മക്കളും ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. എല്ലാരും സ്ക്രീനിൽ ഞാൻ ഇവിടെ ഇരിക്കാം. ഹയൻ വാ, വേഗം ഇവിടെ ഇരിക്കും. ഹയൻ നീ എന്റെ അടുത്ത് ഇരിക്കുള്ളൂ വാശിയാണ്. ഇക്കവിടെ ഓക്കെ. അയച്ച കുറച്ചിങ്ങോട്ട് നീങ്ങിയിരിക്കണം. നിങ്ങൾ ബാക്കി നിൽക്കി. വല്ല പ്രാങ്ക് പേടിച്ചു പോകും. അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി. എല്ലാരും ഉണ്ട്. അമ്മാണ്, മൂത്ത മോളാണ്, രണ്ടാമത്തെ മോന്, 3, 4, 5. 5 ഇങ്ങോട്ട് വാ. അപ്പൊ ഞാനൊരു കാര്യം പറയാനായിട്ട് പോവാണ്. അതെവിടെ? എടുത്തിട്ട് വാ. ഇതെന്തിനാ ഈ ആക്ഷനൊക്കെ കാണിക്കണേ? എന്തിനാ ഒച്ചിട്ട് സംസാരിക്കുന്നത്? സർപ്രൈസ്. ഇന്ന് നമ്മുടെ ചുച്ചുക്കുട്ടീന്റെ ബർത്ത്ഡേ അല്ല കേട്ടോ. ചുച്ചുക്കുട്ടി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കുറെ ബർത്ത്ഡേസ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് കുട്ടികളുടെ. നമ്മള് അങ്ങനെ ഓരോ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടാവും ഡ്രസ്സ് എടുത്ത് കൊടുക്കാനും ഒക്കെ. സാധാരണ നമ്മള് ആഘോഷിക്കാറില്ല, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ആഘോഷിക്കുക. അപ്പൊ ചുച്ചുക്കുട്ടി ചോദിക്കാണ് ഇന്നാണ് എന്റെ ബർത്ത്ഡേ. ഒരു മധുരം
വിവരം പറയാനായിട്ട് പോവാ. അമ്മ തലറിഞ്ഞപ്പോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു കൈസ് ഇവരെ പേടിച്ചിട്ട്. ശരി കൂടെ അടുത്ത് വായിൽ വെച്ചോട്. അങ്ങനെ ഞാന് ആറാമത്തെ സപ്പോർട്ട് വീട്ടിൽ പോട്ടെ. അയച്ചാ കഴിക്കില്ലേ ആറാമത്തെ കുട്ടീന്റെ ഉമ്മാക്കമ്മക്കാണ് ഞാനിന്ന്. എന്താണ് എന്താണ് നിന്റെ അഭിപ്രായം പറയുന്നത്? നീ എടുത്തോ, ആർക്കും വേണ്ട അത്ര. എന്റെ കുട്ടികൾ എടുക്ക് എടുക്ക്. നിങ്ങൾക്ക് സന്തോഷം സന്തോഷല്ല എന്നെ അമ്മ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അമ്മ നല്ല പേര് അമ്മ വാങ്ങണില്ല. എന്തൊക്കെയാണ് ചിന്തിക്കണേ? സങ്കടം വരുന്ന എടുക്കാൻ പറയില്ല. ഒരു തുണ്ട് കഴിക്കമ്മ. ആ നിന്നെ കൂടെ തീറ്റിക്കുക. എടാ നീ മാറാ. അപ്പോഴേ ഇവർക്ക് ആർക്കും ഒരു സന്തോഷമുണ്ട്. പ്രാങ്ക് ഒന്നല്ല, സത്യാണ്. വല്ലാഹി പുതിയൊരു കുട്ടി വരാൻ പോകും. ഇവർക്ക് സന്തോഷം. അതായാ മതി. കുട്ടിക്ക് അതൊന്നും പറയില്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പുതിയ കുട്ടി വരാൻ പോവാണ്. ചിച്ചുക്ക് സന്തോഷായില്ലേ? അയാൾക്ക് സന്തോഷായ? പേരൊക്കെ നമുക്ക് വന്നിട്ട് അയച്ചാ. നിനക്ക് ഇഷ്ടാണോ പുതിയ കുട്ടി? ഇച്ചു ബേബിക്ക് ഇഷ്ടാണോ പുതിയ കുട്ടി? വരും. സന്തോഷത്തിനാണ്. അമ്മ സംസാരിക്കട്ടെ. സത്യമായിട്ടും പുതിയൊരു കുട്ടി വരാൻ പോവാണ്. സമ്മതല്ലാതെ ഞാനൊന്നും ചെയ്യില്ല. വെച്ചിരിക്കുന്ന അടിയിൽ കൂടെ ബർക്കത്ത് പറയാനാണ്. അപ്പൊ ഞാൻ ആ സത്യം എല്ലാരും മുന്നിലും തുറന്നു പറയാനായിട്ട് പോവാണ്. നമ്മളൊരു പുതിയ കുട്ടീനെ ഏറ്റെടുക്കാൻ പോവാണ്. അമ്മക്ക് തോന്നി അപ്പൊ സമാധാനമായത്. ഒരു പുതിയൊരു കുട്ടീനെ ഏറ്റെടുക്കാൻ പോവാണ്. നിന്റെയൊക്കെ ഇത് വേണം സീരിയസ്ലി. റയനാട് ഉണ്ടക്കാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്താ സീരിയസ്ലി ഒരു കുട്ടീനെ നാളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ മിണ്ടാണ്ടിരിക്കോ? ഓക്കെ. ഇവിടെ എന്താ പ്രശ്നം വെച്ചാല് അമ്മ വിചാരിച്ചു ചെറിയൊരു കുട്ടീനെയാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോണത് എന്നുള്ളത്. ഇനി ഞാൻ എങ്ങനെയെങ്കിലും പോകുമ്പോ അവിടെ കൊണ്ടുപോയി വിടുമോ എന്നുള്ള ടെൻഷൻ. എന്റെ അടുത്തൊന്നും ഡിസ്കഷൻ ഒന്നും നടന്നില്ല. അതാണ് റൈന എനിക്ക് ഇങ്ങനെ സർപ്രൈസ് ഇഷ്ടമല്ല. പക്ഷെ നീ ബാക്കിയുള്ള കാര്യം പറയാം. പൂച്ചക്കുട്ടിയാ മനുഷ്യൻ കുട്ടിയാന്ന് ശരിക്കും ഇതിലൊരു കാര്യം എന്താണെന്നറിയോ? അബിക്കുട്ടിയാ നാളെ നാളെ നാളെ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഞാന് ഈ സംഭവം ആക്കാം. എന്നിട്ട് ഇവര് പിന്നെന്താണ് ഇവര് റിപ്ലൈ പറയണത് നമുക്ക് നോക്കാം. ഭക്ഷണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? 3-4 ദിവസമായി നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട്
നല്ലോണം നല്ല ഭക്ഷണം തന്നെ കഴിച്ചിട്ട് ഇന്നിപ്പോ എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്ത മോൾ പ്ലസ് ടു, രണ്ടാമത്തെ മോൾ പ്ലസ് 1, മൂന്നാമത്തെ മോൾ 3 ആണ്. 2 മക്കളിപ്പോ പഠിക്കാനൊന്നും കയ്യേറ്റ് കുത്തിരിക്കാൻ പ്ലസ് പാസ്സായതാണ്. രണ്ടാമത്തെ മോൾ പഠിക്കാൻ കഴിയിട്ട് അപ്പൊ പുറത്താക്കി പോലെ വീട്ടിൽ തന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ മൂന്നാമത്തെ മോളാണെങ്കിൽ 9ലാണ്. അവർക്ക് പുസ്തകമൊന്നും ഇല്ലാത്ത സ്കൂളൊന്നും പോകില്ല, പുസ്തകമൊന്നുമില്ല. അപ്പൊ കുറച്ച് നല്ല ബുദ്ധിമുട്ടിലാണ്. എന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഞാൻ ആ വീട്ടിലത്തെ മൂത്ത കുട്ടീനെ നമുക്ക് കൊണ്ടുവന്ന് നോക്കി നിന്റെ കൂടെ നിന്നെ പോലെ വളർത്തുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല. പ്രായം അറിഞ്ഞപ്പോ ഒരു സമാധാനം അല്ലേ? അമ്മ ഇനി എന്തെങ്കിലും പറയണ്ട. നമ്മളിവിടെ പഠിപ്പിക്കും, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, സെക്യൂരിറ്റി. ചിച്ചിന്റെ കൂടെ കിടക്കണം. എത്ര കാലം ആ കുട്ടിക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ സംരക്ഷണയിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും കാലം ആ കുട്ടിക്ക് ഇവിടെ താമസിക്കാം. ഇത് ആക്ച്വലി ഇതുപോലെ ഗവൺമെന്റിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഫോസ്റ്റർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പേ അന്വേഷിച്ചതായിരുന്നു. അപ്പൊ തന്നെ വേണ്ടാവുന്നതായിരുന്നു. അല്ല, ഞാൻ അഡോപ്ഷൻ ആണ് വേണ്ടത്. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ജീവിതം നന്നാക്കി കൊടുക്കാൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വേറൊരാളെയും കൂടി, അതായത് നമ്മളെ കൂടി നമുക്ക് നന്നാക്കി കൊടുക്കാൻ നമ്മൾ ഓപ്പർച്യൂണിറ്റി കിട്ടും. നമ്മള് ഇത്രത്തോളം ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന സംഭവം അതാണ് അമ്മ തോന്നിയെന്ന് പറഞ്ഞത്. ആദ്യം തൊട്ടേ ഞാൻ എപ്പോഴും ഇക്കാലത്താണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും കുട്ടിയെ നമുക്ക് അഡോപ്റ്റ് ചെയ്ത് വളർത്തണം. അതായത് നമുക്ക് ഇത്രയും ഒരു സിറ്റുവേഷൻ, സാഹചര്യം, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം ഒക്കെ നമുക്ക് നല്ലൊരു പാർപ്പിടം ഒക്കെ പഠിച്ചു തന്നപ്പോ എന്റെ കൂടെ ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ. നമ്മൾ കഴിക്കുന്ന ഫുഡ് അവർക്കും കൊടുക്കണം. എന്റെ മക്കള് വളരുന്ന പോലെ അവരെ വളർത്തണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വോയിസ് കേട്ട സമയത്ത് ഏതായാലും ശരി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ കൊടുത്ത വാക്കെന്താന്ന് വെച്ചാൽ, ഞാനും എന്റെ മക്കളെ എങ്ങനെയാണോ അതേപോലെ തന്നെ വീട്ടില് ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാണോ കഴിക്കുന്നത് അതന്നെയാണോ അവളും കഴിക്കേണ്ടി വരിക. അങ്ങനെ ആ ഒരു രീതിക്ക് ആ ഒരു കുട്ടീനെ നമ്മള് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് നമ്മള് പഠിക്കാൻ പോകാൻ +2 കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഇടാൻ പോലും ഡ്രസ്സുകളില്ല. അത്രയും അവസ്ഥയാണ്. അവര് നാളെ നമ്മൾ പോകുന്നു, അവരെ വിളിച്ചിട്ട് വരുന്നു, അവരുടെ പാരന്റ്സ് ഇവിടെ ഒക്കെ വന്ന് നോക്കും, അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കി നമ്മൾ അവൾക്ക് എത്ര കാലം എന്റെ മകളായിട്ട് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും കാലം. കുട്ടീന്റെ ഒരു ട്വിൻ സിസ്റ്റർ ആയിട്ട് ഇവിടെ പുതിയൊരാള് വരാനായിട്ട് പോവാണ്. എന്താണ് എല്ലാവരും അഭിപ്രായം? ഹയാൻ പറയടാ, ഹയാൻ തലവിടാം. ഹയാന്റെ അഭിപ്രായം എന്താണ്? ഒരു ദീദി ചേച്ചിക്ക് പുതിയ ദീദി കിട്ടാൻ പോണ്. എന്റെ അഭിപ്രായം നിങ്ങൾക്കൊക്കെ മാതൃകാവാൻ വേണ്ടിയാണ് വീഡിയോ കാണിക്കുന്നത്. നിനക്ക് പോയും വേണോ? ആർക്കെങ്കിലും വേണ്ടാത്ത കുട്ടികൾ, ഞാൻ ഇത് വെറുതെ തമാശ പോലെ പറയാലോ കേട്ടോ, സീരിയസ് ആയിട്ട് പറയാണ്. ഓരോരുത്തർ ഓരോ കുട്ടികളെ ഓരോന്ന് ചെയ്തു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് വെറുതെ പറച്ചിലല്ല, ഞാനിപ്പോ അതെന്റെ ലൈഫ് കൊണ്ട് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് തരായിരുന്നൂലേ, നമ്മൾ വളർത്തായിരുന്നൂലേ എന്നുണ്ട്. ഞാൻ 24 hours കൂടെ ഇരുത്തി അങ്ങനെ നോക്കി വളർത്തുന്ന ആളൊന്നല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ എങ്കിലും അതിനുള്ള എല്ലാ സിറ്റുവേഷനും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് പഠിച്ചോൽ ഇന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നല്ല ഭക്ഷണം ആ കുട്ടി, അതായത് ഇങ്ങനെ വരുന്നോന്ന് ചോദിച്ച സമയത്ത് ഞങ്ങള് വിചാരിച്ചു ശരി അവൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, അവൾക്ക് ഇന്ന് തന്നെ വരാൻ താല്പര്യമാണ്. അവള് വീഡിയോസ് ഒക്കെ കാണുന്ന കുട്ടിയാണ്. അപ്പൊ ഇതുപോലെയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നും അവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയാണ്. അതെങ്ങനെയോ പഠിച്ചോൻ ഇങ്ങനെ ആക്കി മാറ്റി എന്നാണ് അവരുള്ളത്. സോ ആർ യു ഹാപ്പി? അപ്പൊ അങ്ങനെ ഒരു പുതുജീവൻ കൊടുക്കാനായിട്ട് നമ്മൾ അമ്മ ഓക്കെ സന്തോഷായില്ലേ? അത് ഇവിടുന്ന് സന്തോഷമാവും കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അമ്മ ഓക്കെ ആണ്. അപ്പൊ അങ്ങനെ ഒരു പുതിയ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരാൻ നീ ഇല്ല. അവർക്ക് എല്ലാവർക്കും, നമുക്ക് ചെറിയ കാറായതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പില്ല. അവരും കൂടെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോ സ്വീകരിച്ചാൽ മതി. ഓക്കെ,
ഞാൻ എന്താ ശരിക്കും അതിന്റെ അഭിപ്രായം ചോദിച്ചില്ലേ? പറയാനെ നിനക്ക് രീതിയാണ് പുതിയ ദീദി എന്താ ഒരു ദീദിനെ സഹിക്കുന്നില്ല. ഒരു ഇക്കാരം കൊണ്ടുവരാം. ഇക്കാരം കൊണ്ടുവന്ന് ഇപ്പഴത്തെ കൈ മേടിക്കാനാണ്. ഒപ്പരുന്ന് കളിക്കാൻ വേണ്ടിട്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് തുടർന്നും വേണം, സ്നേഹം വേണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. എപ്പോഴെങ്കിലും പറയേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഇൻഷാ അല്ലാ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇത് ആക്ച്വലി ഒരു കണ്ടന്റായി ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ നമ്മുടെ കൂടെ തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാ ജേണിയിലും നമ്മുടെ കൂടെ ഒരു പുതിയൊരാൾ ഉണ്ടാവുമ്പോ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ് എന്ന് തോന്നിയപ്പോ പെട്ടെന്നാണ് ശരി ഏതായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. പിന്നെ അമ്മാനെ അറിയിക്കണം പോണതിന് മുമ്പ്. അപ്പൊ കുറച്ച് ഫണ്ണി ആയിട്ട് അവതരിപ്പിക്കാൻ ഞാൻ സത്യത്തിൽ എന്താ വിചാരിച്ചെന്നറിയോ, എന്നെ എന്തോ പറഞ്ഞ് പ്രാങ്ക് ആക്കാൻ പോവാണ്, അങ്ങനെ വല്ല സർപ്രൈസ് തരാൻ പോവാണില്ല, വല്ല ഗോൾഡ് ജ്വല്ലറി വല്ലതും കാണിച്ച എന്നെ പറ്റിച്ചിട്ട് അമ്മക്ക് ഷോക്ക് പോണില്ല. ഇതാക്കും വേണ്ടി ഞാൻ ഇപ്പൊ പ്രാങ്കാണ് പറയും, ഇപ്പൊ പ്രാങ്കാന്ന് പറയുകൊണ്ട് ഞാൻ കാത്തിരുന്നോണ്ടിരിക്കുന്നു. അപ്പോ ഇതിപ്പോ ഇതുപോലെ തന്നെ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരാളെ സംരക്ഷിക്കണം എന്നൊന്നും ഇല്ല. ഏത് രീതിക്കും നമ്മുടെ ചിന്താഗതികൾക്ക് അനുസരിച്ച് അവരെ ഏത് രീതിക്കും ഒരാളെ സംരക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാഴാക്കണ്ട. ഇത് ആ കുട്ടിക്ക് ഇവിടെ വരാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിമറിച്ചത്. പുതിയ രീതി വരുന്നത് ഓക്കെ. പേരൊക്കെ നാളെ പറയാം. നാളെ പറയാം കേട്ടോ. അവരെടുത്ത് ഇപ്പൊ പറയണ്ട പറഞ്ഞ അങ്ങനെ ഒരുമാതിരി ചിരിച്ചിട്ടേ നടക്കുക എല്ലാരും. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞോണ്ട് നടക്കുക. അപ്പോഴാണ് റണക്കുട്ടിക്ക് സംശയം വന്നത്. എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷൻസ് നമ്മള് ആളെ കൂട്ടാൻ പോകുന്നതും ആളുടെ ഫേസ് കാണിക്കോ ഇല്ലോ എന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പില്ല. അതായത് ഞാൻ കാണിക്കോ എന്നുള്ളത് അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുള്ളൂ. ആൾക്ക് ഇഷ്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത്, ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിൽ വരുന്നത് എന്നൊക്കെ. പക്ഷെ എങ്കിലും അവരെയും കൂടെ ഒരു ഇത് നോക്കി എല്ലാം കണ്ടിട്ട് നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറയണ്ട? ശരി എന്നാ പറ്റട്ടെ, ബൈ. അപ്പോഴേ നമ്മളെ ഇഷ്ടമായാലും നമ്മുടെ ഫാമിലിന് ഇഷ്ടമായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് പറയും നോക്കട്ടെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ടാറ്റ ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാരും. ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം ഇപ്പൊ തന്നെ അവളുടെ സ്ഥിരം ഡയലോഗാണ്, എന്ത് പറഞ്ഞാലും ഇപ്പൊ തന്നെ വേണം എന്നുള്ളത്. ഡയമണ്ട് കിട്ടാൻ ഡയമണ്ട് പ്ലേ ബട്ടൺ ഞാൻ പോലും ആഗ്രഹിക്കുന്നില്ല ഗൈസ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നുള്ളത് അറിയില്ല. അവളും ഇപ്പൊ തന്നെ എന്റെ ആളാണ്. അമ്മ ടെൻഷനായിട്ട് വെള്ളം കുടിക്കാൻ പോയത് എന്തുകൊണ്ട് അമ്മ ടെൻഷൻ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എനിക്ക് പ്രഗ്നൻസി പീരീഡ് മൊത്തം ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏത് ഉമ്മമാർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അതിന്റെ ഒരു ടെൻഷനാണ്, വേറെ ഒന്നുമല്ല. എന്താണ് എന്തോ ഒന്നും പറയുന്നത് എന്താണ്. അപ്പൊ സമയം ഇപ്പൊ 8:30 ഇനിയിപ്പോ ഞാൻ വേഗം ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്.